ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസ്. പിന്നെ ഞാനിന്ന് രാവിലെ നിങ്ങൾക്കൊരു എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ, പക്ഷെ ഞാനല്ല, നല്ലൊരു മസാല ചായ എങ്ങനെ ഉണ്ടാക്കാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു മസാല ടീ അടിപൊളിയാണ് കുടിക്കുന്നത്. അപ്പം കുട്ടികൾക്കും ഭർത്താവിനും ഇനി വീട്ടിൽ വിരുന്നുകാർക്കും ഒക്കെ നമുക്കിതുപോലൊരു ചായ ഉണ്ടാക്കി കൊടുക്കാം. പ്രത്യേകിച്ച് ചായ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്ക് ഇത് മതി. ചായ ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കുകയല്ല. ചായ ഉണ്ടാക്കുന്നത് അടുപ്പത്ത് ചെമ്പ് വെച്ചതിന് ശേഷം എനിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 2 ഗ്ലാസ് ചായയാണ് വേണ്ടത്. അപ്പോൾ കണ്ടോ, പാലടുപ്പിൽ തിളയ്ക്കാൻ വെച്ചു ഞാൻ നന്നായിട്ട്. ആദ്യം നമ്മൾ മിൽമയുടെ പാലാണെങ്കിൽ പാൽ നല്ലോണം തിളപ്പിച്ച് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പാലിനൊരു കുത്തുണ്ടാവും. എന്നിട്ട് അതിനകത്തോട്ട് വേണ്ട പട്ടയുണ്ട്, 4 ഏലക്കായ ചതച്ചിട്ട്, അതുപോലെ തന്നെ 3 ഗ്രാമ്പുണ്ട്, ഇഞ്ചി ചതച്ചതുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ഗ്ലാസ് മതി. ഇപ്പോൾ 1 ഗ്ലാസ് വറ്റും, പിന്നെ 2 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് പാലാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ചിലവർ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു കറുത്ത കളർ ഉണ്ടാവും. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് നമ്മൾ നല്ല കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദിവസം മുഴുവൻ ഉന്മേഷം കിട്ടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിനെ ബെല്ലൈക്കണമെന്ന് അടിക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ ഓരോന്നിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ട, ചായ നല്ലോണം തിളച്ചു കേട്ടോ. ഒരു 2 മിനിറ്റ് ഈ മസാല ചായ ഒന്ന് തിളയ്ക്കണം, 2-3 മിനിറ്റ്. അപ്പോഴാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ മസാലയൊക്കെ, ഇഞ്ചിയുടെ ഫ്ലേവറും ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നോട്ട് നിൽക്കണം കുടിക്കുമ്പോൾ. അപ്പോൾ അതിങ്ങോട്ട് നല്ലതായിട്ട് വരും. പിന്നെ നമ്മളപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരം ഇടണം കേട്ടോ. മധുരം ഇട്ട് എല്ലാവരും, പിന്നെ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെയും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ പാലെടുത്തൊഴിക്കുക. എനിക്ക് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ചായക്കാണ് ഞാൻ 2 ഗ്ലാസ് പാലൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും, 2 ഗ്ലാസ് ചായ ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ 3 പേർക്കുള്ള ചായ മതി. അപ്പോൾ കണ്ടോ, ഇനി ഈ ചായ നല്ലോണം തിളച്ച് വെട്ടി മറിയണം കേട്ടോ. നമ്മൾ തിളച്ച പാടന്നെ എടുക്കാൻ പാടില്ല ചായ, അപ്പോൾ ആ ചായക്ക് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഊട്ടിയിൽ അല്ലെങ്കിൽ മൈസൂർ, ഗുഡല്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചായ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ലൊരു മസാല ചായ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവർ, അതിനേക്കാട്ടി നല്ല ഫ്ലേവറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ചിലവർ കാണും ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാറൊക്കെ എടുത്ത് പോയിട്ട് വെറുതെ 10-22 രൂപയും കൊടുത്ത് ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകാം. അതിലും നല്ലത് നമുക്ക് പാല് വാങ്ങി നല്ലൊരു ചായ വീട്ടിലുണ്ടാക്കാം. ഇതുപോലൊരു ചായ നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എന്തായാലും എൻ്റെ ഈ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നിട്ട് ഇങ്ങനൊരു ചായ ഉണ്ടാക്കി നിങ്ങളെല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. എത്ര സെക്കൻഡ്? 40 സെക്കൻഡ്സ് ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ ആറ്റിയും കൊണ്ടും ഇരിക്കുകയാണ് കേട്ടോ. കേട്ടോ, ഇതുപോലെ ആറ്റുക. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടി നമ്മളിങ്ങനെ പാരുക കേട്ടോ. ഇങ്ങനെ പാർന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്, ഞാൻ ചായ അടിക്കേണ്ടവർക്ക് അടിക്കുക കേട്ടോ. ഞാൻ ചായ അടിക്കുന്നില്ല. ചായ അടിക്കാത്തത് പിള്ളേർക്ക് അടിച്ച ചായ വേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ച്. ഓക്കെ, ബൈ, താങ്ക് യു.